നമസ്കാരം. മഹാഭാരതം ദർശന വിമർശനം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇപ്പോൾ 7 എപ്പിസോഡ് കഴിഞ്ഞു 8ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുക. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് ജരൽക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചില സുഹൃത്തുക്കൾ വിളിക്കുകയുണ്ടായി. ഇത്തരം കഥകൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ കഥകളും സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിനൊന്ന് ചേർക്കാനുള്ളൊരു പരിശ്രമം കൂടി നടത്തണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം പുരാണ ഇതിഹാസങ്ങൾ, ഇതിഹാസ കാവ്യങ്ങൾ, സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥതലത്തിലാവില്ല നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത്. വിവിധങ്ങളായ സ്വഭാവങ്ങളുള്ള ആളുകൾക്ക്, വിവിധങ്ങളായ സംസ്കാരമുള്ള ആളുകൾക്ക് ആ രീതിയിൽ അതിനെ അർത്ഥം കൊടുക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും സാധ്യമാണ്. അർത്ഥത്തെക്കാളുപരി വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ പോലും 10 പേരുണ്ടെങ്കിൽ 10 പേരുടെയും കാഴ്ചപ്പാടിലൂടെയാണ് ഏതെങ്കിലും ഒരു വിഷയം വ്യാഖ്യാനിക്കപ്പെടുക. ഇത്തരം കഥകളിൽ അല്ലെങ്കിൽ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, സിദ്ധാന്തങ്ങളിൽ, ഇത്തരം ഗ്രന്ഥങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ഒരു സംസ്കാരം, ആ കാലഘട്ടത്തിലുള്ള ഒരു ഭാഷാ രീതി എത്ര മനോഹരമായൊരു ഭാഷാ ശൈലിയാണെന്നറിയോ ആ കാലഘട്ടത്തിൽ. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ള ഭാഷാ രീതി അല്ല ആ കാലഘട്ടത്തിൽ. അത്ഭുതം തോന്നും. കാരണം വളരെ ദേഷ്യത്തിൽ പോലും ഈ ശത്രുക്കളെ പോലും അല്ലെങ്കിൽ പരസ്പരം അടികൂടുമ്പോൾ പോലും അങ്ങ് എന്നതല്ലാതെ അല്ലെങ്കിൽ താങ്കൾ, അങ്ങ് എന്ന് പറയുന്ന പദപ്രയോഗമാണ് മിക്കവാറും, അല്ലെങ്കിൽ ആളുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഒരു മോശം സംസാരം അവർക്കിടയിൽ ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള തല്ലുപിടിക്കുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഭാഷാപ്രയോഗങ്ങളുണ്ടല്ലോ, അതുപോലും അത്രയും സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുകയാണ്. ഈ കഥകളും ഈ പുരാണങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അതിനകത്ത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതിൽ യുക്തി അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഒരു തരത്തിലും യുക്തി അപ്ലൈ ചെയ്യാൻ കഴിയില്ല, പാടില്ല. യുക്തി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞത് എന്താണെന്ന് പോലും നമുക്ക് പിടുത്തം കിട്ടില്ല. കാരണം ഇതൊരു വിശ്വാസ സംഹിതയാണ്, മതപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ യുക്തി അന്വേഷിച്ചു പോയാൽ എവിടെയും എത്തൂല. എല്ലാ കാലഘട്ടത്തിലും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ഈ ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ യുക്തിവാദം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നവസമൂഹം വിശ്വാസത്തിന്റെ വിരൽത്തുമ്പ് വിട്ടിട്ട് ശാസ്ത്രത്തിന്റെ വിരൽത്തുമ്പിലേക്ക് കയറി പിടിക്കുക. അവർ എന്തൊരു കാര്യവും അവർ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് ശാസ്ത്രത്തിന്റെ പിൻബലമാണ്. യുക്തിഭദ്രമായിട്ട് തന്നെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റണം. ആ രീതിയിലാണ് പുതിയ നവസമൂഹം വളർന്നു വരുന്നത്. ശാസ്ത്രത്തെ ഞാൻ തെറ്റ് പറയല്ല, ശാസ്ത്രം ആവശ്യമാണ്, ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ്. പക്ഷേ എല്ലാ കാര്യത്തെയും ശാസ്ത്രത്തിന്റെ മാനദണ്ഡം വെച്ച് നമ്മൾ മനസ്സിലാക്കരുത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതിന്റെ കാരണം ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സംജ്ഞ തന്നെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യമാണെന്ന് ശാസ്ത്രത്തിന് അവകാശപ്പെടാനും കഴിയില്ല. എന്തുകൊണ്ടാണ്? ശാസ്ത്രം എന്ന് പറയുന്നത് നാളെ മാറ്റി പറയണം. ഇന്ന് പറയുന്നതെല്ലാം നാളെ പറയേണ്ടത്. ശാസ്ത്രത്തിന്റെ ഇന്നത്തെ ശരി നാളത്തെ തെറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രീയമായി പറയുന്ന കാര്യങ്ങൾ ഇരുമ്പൊലക്കെയല്ല എന്ന് ചുരുക്കം. അഭിപ്രായം മാറും. കാരണം കാലാന്തരത്തിൽ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ പോലും കാലാന്തരത്തിൽ അതിന് പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ശാസ്ത്രത്തിന്റെ മാത്രമല്ല, മനുഷ്യന്റെയും ഗുണങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പരിവർത്തനം സംഭവിക്കുക എന്നുള്ളത്.
ഒരു 30 കൊല്ലം വരെ, ഒരു 40 കൊല്ലം അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുൻപ് ശാസ്ത്രം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായി കൊയ്തെടുത്ത നേട്ടങ്ങളല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൽ നിന്നുമൊക്കെ മാറി. ശാസ്ത്രത്തിന് പോലും യഥാർത്ഥത്തിൽ നമ്മൾ ശാസ്ത്രത്തിനെതിരെ സംസാരിക്കാനാണ്, ശാസ്ത്രത്തിന്റെ കഴിവുകേടുകളെ സംബന്ധിച്ചിട്ട്, അപജയത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണെങ്കിൽ പ്രാപഞ്ചിക രഹസ്യങ്ങളൊന്നും നമ്മൾ പിടിക്കണ്ട. പ്രാപഞ്ചിക രഹസ്യങ്ങളിൽ തന്നെ ശാസ്ത്രത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി അത്രയും വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. നിസ്സാരപരമായ കാര്യങ്ങളിലൂടെ നമുക്ക് ആ ശാസ്ത്രീയമായ ശാസ്ത്രത്തിന്റെ അപജയം എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ശാസ്ത്രം എന്ന് പറയുന്ന ശാഖ എന്താണ്? ശാസ്ത്രം അതിന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു വിവക്ഷ, ശാസ്ത്രം എന്നത് പഞ്ചേന്ദ്രിയങ്ങളാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സ്ഥിരീകരിക്കുന്ന ശാഖയാണ് എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണത്? പഞ്ചേന്ദ്രിയങ്ങളായിട്ടുള്ള കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശനം. കണ്ണുകൊണ്ട് കാണുന്നു എന്ന തെളിവുണ്ടാകണം, എങ്കിൽ അത് ശാസ്ത്രമാകും. കാതുകൊണ്ട് കേൾക്കുകയും അതിന്റെ തെളിവുണ്ടായതുകൊണ്ട് അതിന് ശാസ്ത്രമാകും. ഗന്ധം കൊണ്ട് മനസ്സിലാക്കിയാൽ അത് ശാസ്ത്രമാക്കാം. രുചി കൊണ്ട് മനസ്സിലാക്കിയാൽ അതിനെയും ശാസ്ത്രം എന്ന് പറയാം. സ്പർശനം കൊണ്ട് മനസ്സിലാക്കാൻ ഈ 5 ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം വഴിയായിരിക്കും ശാസ്ത്രം തെളിവിനെ തേടുക അല്ലെങ്കിൽ തെളിവ് വെക്കുക. ബാക്കിയുള്ളതെല്ലാം ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. അതാദ്യം മനസ്സിലാക്കുക. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്. ഞാൻ ഹിപ്നോട്ടിസം ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 10 വർഷത്തിന് മേലെ. സൈക്കോളജി അടക്കം ചെയ്യുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിലേക്ക് വരുന്ന രോഗികളാണ് യഥാർത്ഥത്തിൽ, അവരാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധ്യാപകരായി വരിക. കാരണം അവരുടെ അവസ്ഥകൾക്കനുസരിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കാൻ നമുക്ക് കഴിയുന്നത്. ഈ സൈക്കോളജി എന്ന് പറയുന്ന ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് എങ്ങനെയാണ് മനസ്സിനെ നിർണയിക്കുക? മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ടോ? നമ്മളുടെ ഇന്നർ ഓർഗൻസിൽ ഏതെങ്കിലും ഒരു ഓർഗൺ, മനസ്സെന്ന് പറഞ്ഞിട്ടൊരു ഓർഗൺ നമ്മളുടെ ഇന്നർ ഓർഗൻസിൽ എവിടെയുമില്ല. ഗ്രന്ഥികൾ ധാരാളം, ഗ്ലാൻസുകളുണ്ട്, അതിലുമില്ല. മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ ഹൃദയത്തിൽ തൊട്ട് കാണിക്കും, ചില ആളുകൾ തലച്ചോറ്, അത് ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് തലച്ചോറിനൊക്കെ വേറെ സെക്ഷൻ ഉണ്ടെന്നേ. മെഡിസിനൽ സെക്ഷനുകളിൽ തലച്ചോറിനൊക്കെ വേറെ വിഭാഗങ്ങളുണ്ട്. ഈ മനസ്സ് എന്ന് പറയുന്നത് കൃത്യമായി നിർവചിക്കാൻ കഴിയില്ല ശാസ്ത്രത്തിന്. മനസ്സ് കാണിക്കാൻ കഴിയില്ല, കേൾപ്പിക്കാൻ കഴിയില്ല, ഗന്ധം കൊണ്ട് കഴിയില്ല, രുചി കൊണ്ട് മനസ്സിലാക്കിക്കാൻ കഴിയില്ല, സ്പർശനം കൊണ്ടും കഴിയില്ല. മനസ്സിനെ എങ്ങനെയാണ് മനസ്സിനെ വിവക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു സംവിധാനത്തിന് ശാസ്ത്രം അതിനെ അംഗീകരിക്കുന്നു. ഈ മനസ്സെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു അവയവമല്ല, അതൊരു മാധ്യമമാണ്. നമുക്ക് ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരാളോട് സംസാരിക്കുന്ന നിമിഷത്തിൽ അവരുടെ ചിന്തകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും തലച്ചോറ് വഴി നിയന്ത്രിക്കപ്പെടുന്നത് അത് ഈ രീതിയിലാണ്. അതിനെ മനസ്സെന്ന് വിളിക്കുന്നു എന്നൊരു മാധ്യമമായിട്ട് മനസ്സിനെ പറയാം. അങ്ങനെ ഒരു മാധ്യമത്തിനാണ് അംഗീകാരം കൊടുത്തിട്ടുള്ള ശാസ്ത്രത്തിന്റെ എക്കാലത്തെയും ഒരു അപജയമായി എന്നും മുഴച്ചു നിൽക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഈ ശരിക്കും പറഞ്ഞാൽ മനഃശാസ്ത്രം. കാരണം അത് ശാസ്ത്രീയമായി വിവക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് പരിമിതികൾ ധാരാളമുണ്ട്. ഇപ്പൊ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ പോലും ശാസ്ത്രത്തിന്റെ പരിമിതികൾ ധാരാളമുണ്ട്. ഭൂമിയിലെ കാര്യങ്ങൾക്ക് പോലും ശാസ്ത്രം പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. 50 കൊല്ലം മുൻപ് ഇലക്ട്രിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഫോണിലൂടെയുള്ള സംഭാഷണം നടന്നിരുന്നത് എങ്കിൽ അത് മാറി. പിന്നെ അത് EMD ആയി, ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് വഴിയായി, ഇത്തരം തരംഗങ്ങളിലൂടെയായി. അപ്പോൾ ഇത് കാലാന്തരത്തിൽ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരു 50 വർഷം 100 വർഷം കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഡെവലപ്മെന്റ് ആവും. അപ്പൊ ഇപ്പൊ പറഞ്ഞതല്ല അപ്പൊ പറയേണ്ടത്, അപ്പൊ മാറ്റി പറയേണ്ടി വരും.
അതുകൊണ്ട് തന്നെ ശാസ്ത്രം ഇന്നത്തെ സത്യം നാളത്തെ സത്യമല്ല, നാളെ അത് മാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയില്ല. മറിച്ച് പുരാണങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ആ പ്രത്യേകതയുണ്ടെന്ന്. ഇത്രയും വർഷത്തെ പഴക്കമുള്ള പുരാണങ്ങളും സിദ്ധാന്തങ്ങളും ഇതിഹാസങ്ങളും ഇവയെല്ലാം അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും പറയുന്നത്. വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം വ്യാഖ്യാനിക്കുന്നതിൽ മാത്രമാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ അത് നിങ്ങളോട് ഞാനിത് പറയാനുള്ള കാരണം, യുക്തിവാദവുമായി ബന്ധപ്പെട്ട് നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ, നമ്മൾ യുക്തിക്ക് അപ്പുറത്തേക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അത് നമ്മൾ ഇനി നമുക്കത് കൊള്ളാൻ കഴിയില്ല, നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷെ നിന്ദിക്കാതിരുന്നാൽ മതി, അതിനെ വിമർശിക്കാതിരുന്നാൽ മതി. ഏതൊരു വിഷയവും നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കാതെ അതിനെ കണ്ണടച്ച് വിമർശിക്കുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കുക പരമാവധി. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളത്, ബാക്കി ഇനി വരുന്ന ഘട്ടത്തിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ജരൽക്കാരു തൻ്റെ പിതൃക്കളുടെ പ്രയാസം കണ്ട് ആ പിതൃക്കൾ പറയുന്നത് ജരൽക്കാരുവിനോട് വിവാഹം കഴിക്കാനും പരമ്പര തുടർന്നുകൊണ്ട് പോകാനും പറയുന്നു. അതുവഴി പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും എന്ന് പറയുകയും ജരൽക്കാരു അവർക്കിടയിൽ ഒരു നിർദ്ദേശം വെക്കുകയാണ്. 2 നിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ അതേ പേര് തന്നെ ആയിരിക്കണം ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക്, ജരൽക്കാരൊന്ന് തന്നെ ആയിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ, ഞാനൊരു ഭിക്ഷാടകനാണ്, ഞാൻ ഭിക്ഷ നടത്തിയിട്ടാണ് ഞാൻ ജീവിച്ചു പോരുന്നത്, എൻ്റെ കയ്യിൽ സമ്പത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പെൺകുട്ടിയെ എനിക്ക് ദാനമായി ലഭിക്കുകയും വേണം, എങ്കിൽ ഞാൻ വിവാഹം കഴിക്കും. ഇത് പറഞ്ഞു പോകുന്നുണ്ട് എങ്കിലും ജനൽക്കാരനെ സംബന്ധിച്ചിട്ട് പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അവരുടെ സന്താനങ്ങളുടെ ബാധ്യതയാണല്ലോ. കാരണം പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് നിദാനമാകുന്നത് സന്താനങ്ങളുടെ പ്രവൃത്തിയും കൂടി അതിൽ ഉൾപ്പെടുന്നു. നിരവധി മോക്ഷപ്രാപ്തിക്ക് നിദാനമായ നിരവധി കാര്യങ്ങളിൽ സന്താനങ്ങളുടെ പ്രവർത്തനങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് ചുരുക്കം. അത് ഈ പറയുന്ന പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മൾ കുറെ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഭഗീരഥൻ എന്ന് പറയുന്ന, ഭഗീരഥ പ്രയത്നം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഭഗീരഥൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രയത്നത്തെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുക. അത് തൻ്റെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രവർത്തനമാണ്. എന്നതുപോലെ തന്നെ ജനൽക്കാരവും അത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ വാസുകി എന്ന് പറയുന്ന രാജാവ് നാഗരാജാവാണ്, നാഗങ്ങളുടെ രാജാവാണ്. ഈ നാഗരാജാവാണ് ഭീമനെ ദംശിക്കുന്നതും ഭീമനുമായി മല്ലയുദ്ധത്തിലേക്ക് ഏർപ്പെടുന്നതും. എവിടെ? കടലിനടിയിൽ വെച്ചിട്ട് ഭീമന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഭീമനെ കൊത്താൻ വേണ്ടി വരുമ്പോൾ ഭീമൻ അതിനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ വാസുകി അതൊരു വേറൊരു കഥയാണ്. ജനൽക്കാരുവിനെ വാസുകി കാണാൻ വേണ്ടി വരികയാണ്. വന്നുകൊണ്ടിട്ട് ജനൽക്കാരുവിനോട് പറയുന്നു, താങ്കൾ എൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കണം. ജനൽക്കാർ പറയും, ഞാൻ വിവാഹം കഴിക്കാനൊന്നും തീരുമാനം എടുത്തിട്ടില്ല, എങ്കിലും ഞാൻ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. താങ്കളുടെ സഹോദരിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സഹോദരിയുടെ പേര് ജനൽക്കാരു എന്നാണ്. നോക്കണം, ബന്ധിപ്പിക്കുകയാണേ, ഈ കഥയെ കൊണ്ടൊന്ന് ബന്ധിപ്പിക്കുക. എൻ്റെ സഹോദരിയുടെ പേര് ജനൽക്കാരു. അപ്പോൾ ഒരേ പേരിലുള്ള സ്ത്രീയായി. തന്നെയുമല്ല, വാസുകി പറയുകയാണ്, എൻ്റെ സഹോദരിയെ ഞാൻ താങ്കൾക്ക് ദാനമായി നൽകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പൂർത്തീകരിച്ചു. ജനൽക്കാരുവിനെ തനിക്ക് ഭാര്യയായി കിട്ടി. മാതാവും പിതാവുമായ ജനൽക്കാരു, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായ ജനൽക്കാരുവിന് ഒരു കുഞ്ഞ് പിറക്കുന്നു. ആ കുഞ്ഞിനെ ആസ്തികൻ എന്ന് നാമകരണം ചെയ്യപ്പെടും. ഈ ആസ്തികനാണ് ജനമേജയന്റെ സർപ്പസത്രത്തിൽ വന്നിട്ട് ആ നാഗയജ്ഞത്തിൽ നിന്നും ജനമേജയനെ പിന്തിരിപ്പിക്കുന്നത് ഈ ആസ്തികനാണ്. അപ്പോ ഈ കഥകളൊക്കെ
നമ്മൾ എവിടെയാണോ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ പിന്നെയും തിരിച്ചു വന്ന് നിൽക്കുകയാണ്. നമ്മൾ ജനമേജയന്റെ സർപ്പസത്രത്തിൽ നിന്ന് തുടങ്ങി ജനമേജയന്റെ സർപ്പസത്രത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് എത്തുകയാണ്. ആര് വഴി? ആസ്തികൻ വഴി. ജനൽക്കാരു എന്ന പിതാവിന്റെയും ജനൽക്കാരു എന്ന മാതാവിന്റെയും മകനായിട്ടുള്ള ആസ്തികൻ. അത് നാഗസമൂഹങ്ങളാണ്. ഇവരുടെ കഥകൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ നാഗങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് പറയുന്നു. കശ്യപ മഹർഷിയുടെയും നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്, സപ്തർഷികളിൽ ഒരാളായിട്ടുള്ള കശ്യപൻ, അദ്ദേഹത്തിന്റെ ഭാര്യമാരായിട്ടുള്ള കദ്രുവും വിനതയും, ഇവരിൽ നിന്നുമാണ് ഈ പറയുന്ന കദ്രുവിന്റെ മക്കളാണ് നാഗങ്ങൾ. ആ കഥയിലേക്കാണ് പിന്നെ പോകുന്നത്. ആ കഥ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സമാധാനത്തിൽ പറയാം. ഇപ്പോൾ ജനൽക്കാരുവിന്റെ ഈ ഒരു കഥ ഞാനത് വളരെ ചുരുക്കി പറഞ്ഞതാണ്. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ മറ്റു പല വിഷയങ്ങളിലേക്ക് പോയതുകൊണ്ട് ഈ ജനൽക്കാരുവിന്റെ കഥ ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ആസ്തികനിലേക്ക് വന്ന് ആസ്തികൻ ജനമേജയന്റെ സത്രത്തിൽ വന്ന് ജനമേജയനോട് ഈ ഒരു പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി പറയുന്നു. കാരണം വിശ്വത്തിൽ നിന്നും നാഗങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ദൈവിക നീതിക്കെതിരാണ് എന്ന് അദ്ദേഹത്തോട് പറയുകയും ഈ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ വംശനാശം സംഭവിക്കും വിധം അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് കൊടും പാപമാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തെ മനസ്സിലാക്കിച്ച് അതിൽ നിന്നും ജനമേജയനെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വന്ന് അവസാനിച്ച് നിൽക്കേണ്ടത്. ഞാനിവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ച് നമ്മളിനി അടുത്ത എപ്പിസോഡിലേക്കാണ് നമ്മൾ അടുത്ത വിഷയമായി വരുന്നത്. കദ്രുവിൻ്റെയും വിനതയുടെയും കശ്യപ മഹർഷിയുടെയും അവരിലുള്ള സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോഴും ആദിപർവത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മൊത്തം 18 പർവ്വത്തിൽ ആദ്യത്തേതാണ് ആദിപർവം എന്ന് പറയുന്ന ഈ ഒരു അധ്യായം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇതിൻ്റെ മെസ്സേജ് ഇതാണ്. ഇതിൽ വിശ്വാസ തലത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതിൽ യുക്തി നിങ്ങൾ അന്വേഷിക്കാതിരിക്കുക. ഇത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ആവാം, പക്ഷേ വിമർശിക്കാതിരിക്കുക. കാരണം നമുക്ക് പൂർണ്ണമായും അറിയാത്ത ഒരു വിഷയത്തെ നമ്മൾ വിമർശിക്കാതിരിക്കുക. അന്ധമായി നമ്മൾ വിമർശിക്കുന്നു എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഇല്ലാതിരിക്കുക. സ്വീകരിക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റും. ഇത് സ്വീകരിക്കാതിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വൈജ്ഞാനിക തലത്തിലുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. മഹാഭാരത കാവ്യമെന്ന് മാത്രമല്ല, പുരാണങ്ങൾ ഏതാണെങ്കിലും പുരാണേതിഹാസങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഒരുപാട് ഗുണങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം ഞാനിതിപ്പോൾ നിങ്ങളോട് പറയാൻ തീരുമാനമെടുത്തത് അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടി സൃഷ്ടിക്കപ്പെടുക. ഇത് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനങ്ങളോടൊപ്പം തന്നെ അപ്പോൾ നമുക്കും പഠിക്കാൻ കഴിയും. കൂടുതൽ റെഫറൻസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ എല്ലാ അർത്ഥത്തിലും നമുക്കിനി വരുന്ന എപ്പിസോഡുകൾ വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, മഹാഭാരത കാവ്യം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ദൈവം അതിന് എന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് 8ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.